ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു അകൽച്ചയിൽ നിൽക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. അതോടൊപ്പം എന്തെങ്കിലും ഒരു മെസ്സേജസോ കാര്യങ്ങളോ ഒക്കെ അവർ നിങ്ങളോട് പാസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു കഴിഞ്ഞു പോയിരിക്കുന്ന നല്ല നല്ല നാളുകള്, കാര്യങ്ങള് അതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് റീഡിങ്ങിലേക്ക് കണക്ട് ആവുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 3 of Wands, Devil energy, 2 of Pentacles, Death and Rebirth, 2 of Wands, King of Wands, Page of Wands, Ace of Pentacles, 9 of Swords, 3 of Swords, 9 of Cups, 7 of Wands, 5 of Wands, Strength, the Moon energy. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ ചിന്തകൾ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. എത്രത്തോളം നിങ്ങൾ തമ്മിൽ അകൽച്ചയിലാണ് എങ്കിൽ പോലും ഈ ഒരു സമയത്ത് ഈ ഒരു വേർപാട് അല്ലെങ്കിൽ ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് ഇവരെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കിട്ടുന്നത്. കാരണം നമുക്കിവിടെ വന്നിരിക്കുന്നത് തന്നെ 3 of Swords ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മെന്റലി ഈ ഒരു വ്യക്തി വളരെയധികം വീക്ക് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ഒരു ബന്ധമാവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മുഖേന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടെ നമുക്ക് കൂടുതലായിട്ട് വാണ്ട് എനർജി വന്നിട്ടുണ്ട്. വാണ്ട് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ്. അപ്പൊ അങ്ങനെ കുറെ അധികം പ്രശ്നങ്ങളൊക്കെ വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തില് ഒരു നിലപാടില്ലാത്ത രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലെയിം ചെയ്ത് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് സംബന്ധിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണ് ചില തിരിച്ചറിവുകൾ വന്നു തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തിരിച്ചറിവുകൾ എന്ന് പറയുമ്പോൾ എന്തിന്റെ പേരിലാണോ നിങ്ങളെ മാറ്റി നിർത്തി ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയത്, ആ പോയ രീതിക്ക് തെറ്റായ ഡിസിഷൻ ആണ് അവരെടുത്തത് എന്നുള്ള രീതിക്കുള്ള ഒരു ക്ലാരിറ്റി അതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അകൽച്ച എന്ന് പറയുന്നത് മാനസികപരമായിട്ട് ഇവരെ വേദനിപ്പിക്കുന്നതും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവർ വല്ലാതെ വേദനിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, കുറ്റബോധം ഭയങ്കരമായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ രാത്രി സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ പോലും ഇവര് നിങ്ങളുടെ ഒരു ഓർമ്മകളിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇവിടെയുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുമുണ്ട്. യാത്ര തിരിക്കുക എന്ന് പറയുമ്പോഴേക്കും അവരിപ്പോ നിങ്ങളെ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് മാറ്റുന്ന രീതിയിലായിരിക്കും. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നേരിട്ട് കാണാനായിരിക്കും. എന്തായാലും ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ വരുന്നുണ്ട്.
റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു പോയിരിക്കുന്ന നാളുകൾ, നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, ഇതെല്ലാം നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓർത്തെടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും എന്തൊക്കെയാണോ അവർ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ മാറ്റാനായിട്ട് ചെയ്തത്, എന്നുവെച്ചാൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട്, നിങ്ങളെ വേണ്ട എന്നുള്ള രീതിക്ക് അവർ പറഞ്ഞിരിക്കുന്ന കളവുകളാണെന്നുണ്ടെങ്കിലും അല്ല നിങ്ങളെ ബ്ലെയിം ചെയ്തിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓർമ്മകളൊക്കെ അവരിലേക്ക് വരുമ്പോൾ അവരെ ഭയങ്കരമായ ഒരു കുറ്റബോധം തളർത്തുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കുറ്റബോധമൊക്കെ തളർത്തുന്നതിന്റെ ഭാഗമായിട്ട് വീണ്ടും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കണം. അതുപോലെ നിന്നു നിലച്ചു പോയ ഒരു ബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അകൽച്ച എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവരായിട്ട് തന്നെ ഒന്ന് എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു വളർച്ച വീണ്ടും കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള രീതിക്കൊക്കെ ഇവർ ചിന്തകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മജീഷ്യൻ എനർജിയാണ്. നിങ്ങൾക്കൊരു മിറാക്കിൾ എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക. നിങ്ങൾ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം അത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ഇവർ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രഗിളിങ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ്. അപ്പൊ ബുദ്ധിപൂർവ്വം അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ബുദ്ധിപൂർവ്വം എന്ന് പറയാൻ കാരണം അവരായിട്ടാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ അവരായിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഓക്കെ ഞാൻ ചെയ്ത തെറ്റാണ് സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന മുറിവ് അല്ലെങ്കിൽ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവ് അത് നിസ്സാരമായിട്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിലേക്ക് എത്തുക. മാത്രവുമല്ല നിങ്ങൾക്കൊരു ക്ലാരിറ്റിയുടെ ആവശ്യം ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് ഈ ഒരു വ്യക്തിയോട് നിന്ന വ്യക്തികളാണ്. അപ്പൊ എന്തിന്റെ പേരിലാണ് ഇവർ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിച്ച് പോയത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്കും ചിലപ്പോൾ പല കാര്യങ്ങളിൽ, എല്ലാത്തിലും അല്ലെങ്കിൽ പോലും പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനോട് പറയാനായിട്ട് ഉത്തരമില്ലാതെ നിൽക്കുന്ന സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പേഴ്സൺ ആണിത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്ലാരിറ്റി നൽകുന്ന രീതിയിൽ ബുദ്ധിപൂർവ്വം വരണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വല്ലാതെ മിസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവർ ഒറ്റയ്ക്ക് എന്തെങ്കിലും സന്ദർഭത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്ന നിമിഷങ്ങളിലെല്ലാം നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് ആ ഒരു സ്ഥലങ്ങളിലേക്ക് അവർ പോയിരിക്കുന്നത്. അപ്പൊ again ആ ഒരു സ്ഥലത്തൊക്കെ ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ള ബന്ധമാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഇപ്പോഴും ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ അവിടെ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നിലപാടില്ലാത്ത രീതിയിലാണ് അവർ അവിടെയും നിൽക്കുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരണം എന്നുള്ള ചിന്തകളുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തികളെ ഇമോഷൻസ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ എന്തിന്റെ പേരിലാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് ആ ഒരു സാഹചര്യം അവർക്കൊരു സന്തോഷം നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ മാത്രം നിന്നുകൊണ്ട് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോയവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഒരു ഹാപ്പിനെസ് അല്ല നൽകുന്നത്. അവർ നിങ്ങളെ അവിടെ നിന്നും പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഒരു കാരണം അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇല്ലെങ്കിലും അവർ അത്രത്തോളം ഹാപ്പി ആയിട്ട് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ നിങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ മുന്നോട്ടേക്ക് വരുംതോറും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം അവരുടെ ലൈഫിൽ നിങ്ങൾ ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു പൂർണ്ണത നൽകുന്നില്ല അവർക്ക്. അപ്പൊ എന്തിന്റെ പേരിൽ മാറ്റി നിർത്തിയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് കൊണ്ടും നിരന്തരമായിട്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ടിട്ടുമാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഒരു പ്രശ്നങ്ങള്, കാര്യങ്ങള് അതെല്ലാം പൂർണ്ണമായിട്ടും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ള രീതിക്ക് ഇവരുടെ മനസ്സ് ചിന്തിക്കുന്നത്. അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ ബന്ധത്തിന്റെ റീബർത്ത് കൊണ്ടുവരിക. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എനർജി, വാണ്ട് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എനർജിയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇതുവരെ ഈ ഒരു റിലേഷൻഷിപ്പിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ എന്ത് വന്നാലും നേരിടാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മുന്നിൽ എന്ത് വന്നാലും വെട്ടി വീഴ്ത്താൻ ഞാൻ തയ്യാറാണ് എന്ന് വെച്ചാൽ ഞാൻ എഫേർട്ട് എടുക്കാൻ തയ്യാറാണ്. നീ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, എന്റെ ഭാഗത്തു നിന്നാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്, അപ്പൊ ഞാൻ തന്നെ എഫേർട്ട് എടുക്കാം എന്നുള്ള രീതിക്കൊക്കെ ആ ഒരു മെസ്സേജ് ഒക്കെ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്.
അതുപോലെ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നടക്കുന്നുണ്ട്. ഇവര് ഒരു എടുത്തുചാട്ടത്തിനൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്. ആ ഒരു സമയത്ത് അവർക്ക് വന്നിരിക്കുന്ന ഒരു ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും ദേഷ്യമാണെന്നുണ്ടെങ്കിലും അവരുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഒരു അഡിക്ഷനിലേക്കൊക്കെ പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തെറ്റിദ്ധാരണകളൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞല്ലോ. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ പറയുന്നത് നിങ്ങളുടെ ബന്ധത്തെ തമ്മിൽ തകർക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവർ ആ ഒരു സമയത്ത് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അവർക്കൊരു ക്ലാരിറ്റി ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. അതോടൊപ്പം നിങ്ങളുടെ ആ ഒരു സ്നേഹം എത്രത്തോളം ആണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അവരെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവർ ആരായിരുന്നു എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത്. അപ്പൊ അതുകൊണ്ട് പോയ ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു തിരിച്ചുവരവ് അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ പതുക്കെ പതുക്കെ വരുന്ന ഒരു എനർജി അല്ല, നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ഓടിയെത്തുക. ഓടിയെത്തുക എന്ന് പറയുമ്പോൾ നിരന്തരമായിട്ടുള്ള തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്. തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, രണ്ട് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളതാണെങ്കിൽ അവരൊരു stuck ആയി നിൽക്കുന്ന സ്റ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിക്കുക, അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തും. അത് അവരുടെ ഒരു ഉറച്ച തീരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു decision ആയിട്ട് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഭയങ്കരമായ ഒരു ചിന്തകള്, ഒരു ഒറ്റപ്പെടല് അല്ലെങ്കിൽ ആരുമില്ല എന്നൊരു തോന്നല് ഇതൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം ആയിരിക്കുന്നത് കൊണ്ടിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അർഹമായ രീതിയിലുള്ള സ്നേഹം നൽകണം എന്നൊരു ചിന്തയും അതൊക്കെ ഭയങ്കര strong ആയിട്ട് വരാണ്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ strength അതൊക്കെ വീണ്ടെടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ ഈ ഒരു ആഗ്രഹങ്ങൾ നിറഞ്ഞു വരുമ്പോൾ മറു സൈഡിൽ ഇവർക്ക് അതോടൊപ്പം വളരെ വലിയ രീതിക്ക് ഒരു ഫിയർ, ഭയവും വരുന്നുണ്ട്. ഭയം എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന കാര്യത്തിലുള്ള ഭയം മാത്രമല്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അത്രത്തോളം മാറ്റി നിർത്താൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി എനർജി കിട്ടുന്നത്. സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോഴേക്കും അതൊരു ഇവർക്ക് സാഹചര്യം കൊണ്ടിട്ട് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സന്ദർഭമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളെ ചീറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയല്ല, നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളത് കറക്റ്റ് ആണെങ്കിലും ഈ ഒരു പേഴ്സണ് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അവരുടെ ചിലപ്പോൾ അവർ അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് കാണുന്ന മറ്റെന്തെങ്കിലും ഒരു സന്ദർഭമായിരിക്കാം. കാരണം ഇത് സഡൻ ആയിട്ട് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു ഭയമുണ്ട്. പക്ഷെ എങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിനെ ഒന്ന് മുന്നോട്ടേക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതെന്ത് വലിയ സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിക്കുക എന്നുള്ളൊരു മനസ്സ്, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ്. അത് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം കൊണ്ടിട്ടാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു അകൽച്ചയ്ക്ക് കാരണമായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു എനർജി മാത്രമല്ല കാണിക്കുന്നത്, ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. ഇവിടെ മറ്റൊരു ബന്ധം എന്നുള്ള രീതിക്ക് മാത്രമല്ല വരുന്നത് കേട്ടോ. അത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യക്തി കുറച്ച് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന തേർഡ് സിറ്റുവേഷൻ ആയിട്ടാണ് മെയിൻ ആയിട്ട് കാണിക്കുന്നത്. എന്നാൽ അവിടെ നിന്നും നിങ്ങളുടെ ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളിലേക്ക് വരാൻ കുറേയധികം തെറ്റിദ്ധാരണകൾ കാരണവുമായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റീഡിംഗ് എത്ര പേർക്കായിരിക്കും റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. നിങ്ങളുടെ ആ ഒരു എനർജി ഒക്കെ വെച്ച് നിങ്ങൾ എന്തായാലും കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ചില സാഹചര്യം കൊണ്ടിട്ട് നിങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് നിങ്ങളെ ചിലപ്പോൾ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇവരുടെ ലൈഫിലേക്ക് വന്നവരായിരിക്കും. പക്ഷെ അവര് സ്വാർത്ഥ മനോഭാവത്തോടു കൂടി ആ ഒരു രീതിയിലൊക്കെ പെരുമാറേണ്ടി വന്നതിൽ ഇപ്പോഴാണ് ആ ഒരു ദുഃഖം കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും comfortable ആയിട്ടുള്ള ഒരു space അവരുടെ സന്തോഷമായിരിക്കും എന്നുള്ള രീതിക്ക് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ സന്തോഷമല്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്കൊക്കെയാണ് നിങ്ങളുടെ person ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ ഈ ഒരു ചിന്തകളോടൊപ്പം അവർ എന്തെങ്കിലും ഈ വേദനിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവുകൾ വരുന്ന situation ൽ എന്തെങ്കിലും messages നിങ്ങളോട് pass ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. Mend, irreplaceable, commitment,
സ്പേസ്, സബോട്ടേജ്, values, reflection, confusion, unsatisfied, dishonesty, habits, conversation ആണ്. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഗോസിപ്പ് ആണ്. അപ്പൊ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സുകൊണ്ട് എന്ത് മെസ്സേജ് ആണ് നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഗോസിപ്പ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലൊക്കെ വാക്കുകൾ കേട്ട് നിങ്ങളെ അവിശ്വസിച്ച വ്യക്തികളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ഗോസിപ്പ് ആയിരുന്നു എന്ന് വെച്ചാൽ സത്യസന്ധമായ ഒരു കാര്യവും അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ റിവീൽ ആണ്. അതെല്ലാം നിങ്ങളിലേക്ക് റിവീൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് തെറ്റ് പറ്റിപ്പോയി എന്നുള്ളൊരു കാര്യങ്ങൾ, അതിന്റെ സത്യമായ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് തുറന്നു പറയണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്കുള്ള ഇമോഷൻസ്, ആത്മാർത്ഥമായ ഒരു സ്നേഹമൊക്കെ അവർ പ്രകടിപ്പിക്കാതെ നിങ്ങളെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അതൊക്കെ അവർ മറച്ചു വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ആ ബാക്കിലേക്ക് എന്ന് വെച്ചാൽ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന അവരുടെ ഇമോഷൻസിനെ എല്ലാം വളരെയധികം വളരെ പെട്ടെന്ന് തന്നെ അതിനേക്കാൾ മനോഹരമായിട്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ better ആയിട്ട് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കണം എന്നുള്ള ചിന്തകളും അവരിൽ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഗിൽറ്റ് ഫീൽ ആ വന്നിരിക്കുന്നത്. അവർക്ക് തന്നെ, അവരായിട്ട് തന്നെയാണല്ലോ ഈ ഒരു ബന്ധത്തെ പൂർണ്ണമായിട്ടും ഇങ്ങനെ ഡാമേജ് ആക്കി കളഞ്ഞത്, നശിപ്പിച്ച് കളഞ്ഞത് എന്നുള്ള ഒരു ചിന്തയാണ് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ I want to fix our connection ആണ്, വീണ്ടും നീയുമായിട്ടുള്ള ബന്ധത്തെ എനിക്ക് കണക്ട് ചെയ്യണം എന്ന് വെച്ചാൽ നീ എൻ്റെ ലൈഫിൽ ഒരു വലിയ പാർട്ടാണ്, നിന്നെ പൂർണ്ണമായിട്ടും എനിക്ക് എൻ്റെ ലൈഫിൽ നിന്നും മാറ്റിയെടുത്ത് കളയാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ അത്രത്തോളം ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സാഹചര്യം കൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ അതിലൊരു കുറ്റബോധമൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകാൻ തയ്യാറാണ്. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള സമയം എടുക്കാമെന്നുള്ളത് അവരോട് ചിന്തിക്കുന്നുണ്ട്. അവർക്കും കുറച്ച് സമയം വേണം ഈ ഒരു ബന്ധത്തെയൊക്കെ ആ ഒരു പഴയ രീതിയിലേക്ക് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുവരാൻ. പക്ഷെ ഇതെല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ അവർ തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് അവർ എഫേർട്ട് എടുക്കാനും തയ്യാറാണ്. എന്നാൽ ഈ ഒരു പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ സ്വന്തം ഭാഗത്തു നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റാണല്ലോ എന്നൊരു തിരിച്ചറിവ് അവരിൽ വന്നിരിക്കുന്നതുകൊണ്ടും ആ ഒരു കുറ്റബോധം അവരിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടും അവർ സ്വയം heal ആയിക്കൊണ്ടിരിക്കുന്ന ഒരു stage ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു space അവരിപ്പോ എടുക്കുകയാണ്. കാരണം അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എല്ലാ രീതിക്കും ഒരു strong ആയിട്ടുള്ള commitment നൽകിക്കൊണ്ട് തന്നെ വേണം വരാനായിട്ട്. അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് നമ്മുടെ ബന്ധത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കാനാണ്. കാരണം ഇതുവരെ ഞാൻ നിനക്കൊരു commitment ഓ കാര്യങ്ങളോ ഒന്നും നൽകിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നീ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു part ആണ്. അതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു commitment നൽകാൻ ഞാൻ തയ്യാറാണ്. കാരണം നിന്റെ value ഏറ്റവും കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. ഇവിടെ reflection വന്നിരിക്കുന്നതുകൊണ്ട് ഈ ഒരു relationship ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണോ pain അനുഭവിച്ചിരുന്നത് അതേപോലെ മറ്റൊരു രീതിയിൽ ആ ഒരു pain നിങ്ങളുടെ person ഉം അനുഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ value അവർ മനസ്സിലാക്കുന്നുണ്ട്. വളരെയധികം ഒരു desp ആയിട്ട് നിൽക്കുന്ന stage ലാണ് ഇവര്. ഇവരുടെ energy ഒക്കെ വളരെയധികം low ആണ്. മാത്രമല്ല unsatisfied. നമ്മൾ already പറഞ്ഞായിരുന്നു എന്തിന്റെ പേരിലാണോ അവർ നിങ്ങളെ മാറ്റി നിർത്തി പോയത് ആ ഒരു സ്ഥലത്ത് അവർ satisfied അല്ല എന്നുള്ള കാര്യം നിങ്ങളോട് തുറന്ന് സമ്മതിക്കുകയാണ് അവര്. അപ്പൊ ഇതുവരെ അവർ emotions ഒക്കെ ഭയങ്കരമായിട്ട് express ചെയ്യാത്ത രീതിയിലുള്ള വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരതൊക്കെ express ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ അവരുടെ ഈ ഒരു habits, മറ്റുള്ളവർ പറയുന്നത് കേട്ടൊക്കെ നിങ്ങളെ തെറ്റിദ്ധരിച്ച രീതികളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു habits ലൊക്കെ അവർ change കൊണ്ടുവരാനും തയ്യാറാണ്. കാരണം ആ ഒരു രീതികളാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ സത്യസന്ധമല്ലാത്ത രീതിയിൽ അവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ചത്. അപ്പൊ അതൊക്കെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. conversation എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങളുടെ person നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. സംസാരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ sound ഒന്ന് കേൾക്കുക, നിങ്ങളോട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഏറ്റു പറയുക, നിങ്ങളുടെ ബന്ധത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങളെയെല്ലാം പൂർണ്ണമായിട്ടും ഒന്ന് break through ചെയ്ത് നിങ്ങളിലേക്ക് എത്തുക. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു relationship ൽ അവർ എല്ലാ രീതിയിലും ഒരു outsider ആയി മാറി. അത് അവർ സ്വയം വരുത്തി വെച്ച വിനയാണ്. അപ്പൊ അങ്ങനെ ഒരു outsider ആയിട്ട് ഈ ഒരു ബന്ധത്തിൽ നിൽക്കാൻ അവർ ഒട്ടും താല്പര്യപ്പെടുന്നില്ല.
അവർക്ക് നിങ്ങളിലേക്ക് എത്തുക തന്നെ ഉള്ള ഒരു ലക്ഷ്യമാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഒരുപാട് നാളുകളായിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ മൊമെന്റിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവരുടെ ഉള്ളിലുള്ളത്. അപ്പൊ ആ ഓരോ മൊമെന്റ്സിലും നിങ്ങളെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇനി അവർക്ക് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്തകൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു അബണ്ടൻസ് കൊണ്ടുവരിക. നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. അവരുടെ ലൈഫിൽ എത്രത്തോളം വാല്യബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും അവർക്ക് അത്രത്തോളം ഒരു വാല്യൂ നൽകിയിട്ടുണ്ട് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലേക്കൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. മാത്രമല്ല വളരെ കുറച്ച് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും അവർ ആ ഒരു സമയം എടുക്കുന്നത് അവർക്ക് തന്നെ ഒന്ന് സ്വയം ഹീൽ ആവാനാണ് എന്നുള്ളതും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു സിറ്റുവേഷൻ, അവരിപ്പോൾ നിൽക്കുന്ന സാഹചര്യം, അതിനെ ഒന്ന് ലെറ്റ് ഗോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം ആവശ്യമായിട്ടുണ്ടായിരിക്കാം. അപ്പൊ സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. കാരണം ഇവിടെ ഒരു സ്പേസ് അവർ എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ആ ഒരു എനർജി ഇവിടെ പറയാൻ കാരണം. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങളെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രവുമല്ല ഈ ഒരു രീതിയിലൊക്കെ അവരുടെ മനസ്സിൽ വരുന്ന ഈ ഒരു ചിന്തകൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ, അതെല്ലാം നിങ്ങളോട് തുറന്നു പറയണം എന്നുള്ള ഒരു ആഗ്രഹം, അതാണ് അവരുടെ മനസ്സിൽ ഇപ്പൊ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 40 എന്നൊരു നമ്പർ, 3 എന്നൊരു നമ്പർ, 19, ഭരണി, UAE വന്നിട്ടുണ്ട്, ജനുവരി മന്ത്, എൽ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഏരീസ്, ഡിസംബർ, 38, എച്ച് എന്നൊരു ലെറ്റർ, 1982, 35, ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ, ഓഗസ്റ്റ് മന്ത്, ടി എന്നൊരു ലെറ്റർ, ട്രിവാൻഡ്രം, 22, മാർച്ച്, ടോറസ്, അനിഴം, ടി എന്നൊരു ലെറ്റർ, വിർഗോ, 1990, 28 എന്നൊരു നമ്പറാണ് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.